ഫ്രണ്ട്സ്, ഹായ് മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി ആണ്. പിന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് അതും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ട്രിഗണോമെട്രീൻ്റെ മലയാളം എന്താണ്? ത്രികോണമിതി. ഇപ്പോൾ ഇതുവരെ എടുത്ത പോർഷൻസിൽ ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് പഠിക്കാനുള്ളത് നമുക്ക് ഈ പോർഷനിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മൾ മുൻപ് +2 കണ്ടമാനം ഇക്വേഷൻസ് ട്രിഗണോമെട്രി ഭാഗത്തു നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ കുറേ ഇക്വേഷൻസ് ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരൊറ്റ വീഡിയോയിൽ അവസാനിക്കില്ല, പാർട്ടായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ട്രിഗണോമെട്രിയുടെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം, ട്രിഗണോമെട്രിയിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഫങ്ഷൻസാണ് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ടെക്സ് ഒക്കെ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അതൊരു മട്ട ത്രികോണം കൺസിഡർ ചെയ്യാം. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അതിൻ്റെ പാദം, ബേസിനെ നമ്മൾ പാദം എന്ന് പറയും, ലംബത്തെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും, കർണത്തെ നമ്മൾ ഹൈപ്പറ്റന്യൂസ് എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം പൈതഗോറസ് തിയറം എന്താണ്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എതിർവശം ബൈ കർണമായിരിക്കും. ഓക്കെ, കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ? സമീപവശം ബൈ കർണം. ടാൻ എക്സ് എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം. അതെങ്ങനെയാണ് കിട്ടിയത്? ടാൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കർണം എന്നുള്ളത് കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്? എതിർവശം ബൈ സമീപവശം. ഓക്കെ, അടുത്തത് കൊസീക്ക് എക്സ് ആണ്. കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണം ബൈ എതിർവശം. അതെങ്ങനെയാണെന്ന് അറിയോ? 1/sin എക്സ് ആണ് എന്ത്? കൊസീക്ക് എക്സ്. 1/sin എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് എന്താണ് നമ്മൾ എടുത്തത്? എതിർവശം ബൈ കർണം. അത് തലതിരിച്ചിട്ടാൽ മതി, എന്ത് കിട്ടും? കൊസീക്ക് എക്സ് കിട്ടും. അതുപോലെ തന്നെ സീക്ക് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സിനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്ത് വരും? കർണം ബൈ സമീപവശം 1/cos എക്സ്. ഓക്കെ, കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സിനെ തിരിച്ചിട്ടത്. അപ്പോൾ എന്ത് വരും? സമീപവശം ബൈ എതിർവശം. അതായത് 1/tan x, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? cos x ബൈ sin x. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഈ തന്നിരിക്കുന്നത്. സൈൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇക്വേഷൻ പ്രകാരം എതിർവശം ബൈ കർണമാണ് സൈൻ എ. ഇവിടെ ഈ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എതിർവശം ഏതാ? ബി സി. കർണം ഏതാ? എ സി. അപ്പോൾ ബി സി ബൈ എ സി ആയിരിക്കും എന്ത്? സൈൻ എ. കോസ് എ എന്ത് വരും? സമീപവശം ബൈ കർണം. ഈ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സമീപവശം എന്ന് പറയുന്നത് ഏതാ? എ ബി. അപ്പോൾ എ ബി ബൈ എ സി ആയിരിക്കും എന്ത്? കോസ് എ. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ സമീപവശം. ഇതിൻ്റെ എതിർവശം ഏതാ? ബി സി. അപ്പോൾ ബി സി ബൈ സമീപവശം എ ബി. എ ബി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് കൊസിക്ക കിട്ടും. എങ്ങനെയത് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്ത് വരും? കൊസിക്ക എന്ന് പറയുന്നത് എ സി ബൈ ബി സി. സി കെ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും? കോസ് എ തിരിച്ചിട്ടത്. ഏതായിരിക്കും? എ സി ബൈ എ ബി. കോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാനെ തിരിച്ചിട്ടത്. അപ്പോൾ എന്തായിരിക്കും? എ ബി ബൈ ബി സി. ഓക്കെ, ഇനി കുറച്ച് ഇക്വേഷൻസ് നോക്കാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലും 1 ആണ്. അതുപോലെ തന്നെ കൊസിക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലും 1 ആണ്. ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്, നോക്കി വയ്ക്കാം. ഇനി ത്രികോണമിതി അംശബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ്. ഈ ഓപ്പോസിറ്റുള്ള വശമാണ് ഈ തന്നിരിക്കട്ടെ. ഈ ആംഗിളാണ് 30 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വശം 1. 60ൻ്റെ ഓപ്പോസിറ്റ് വശം √3 കണ്ട. 60ൻ്റെ ഓപ്പോസിറ്റ് √3. 90ൻ്റെ ഓപ്പോസിറ്റ് 2. അതായത് 30, 60, 90 ഡിഗ്രി വീതമാണ് കോണുകളെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2 ആയിരിക്കും. ഇതുപോലെ തന്നെ കോണുകൾ 45, 45, 90 വീതമാണെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? 1:1:√2. ഇത് രണ്ടും കാണാണ്ട് പിടിച്ചാൽ നമുക്ക് സൈൻ 30, കോസ് 30, അതുപോലെ തന്നെ സൈൻ 60, കോസ് 60 അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിൽ ചിത്രത്തിൽ നിന്ന് പറ്റും. എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പം സൈൻ 30 ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? സൈൻ 30 ആണെങ്കിൽ സൈൻ്റെ ഇക്വേഷൻ എന്താ? എതിർവശം ബൈ കർണം. അപ്പോൾ നമ്മൾ ഈ സൈൻ 30 ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ എതിർവശം ഏതാ? 1. അപ്പോൾ 1 ബൈ കർണം എന്ന് പറയുന്നത് 2. അപ്പോൾ 1/2 ആയിരിക്കും എന്ത്? സൈൻ 30. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സൈനും കോസും ടാനും കോട്ടും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആംഗിളുകൾ വരുമ്പോൾ നമുക്ക് ഈ ചിത്രം ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അടുത്തത്
നമുക്ക് ഡിഗ്രി മെഷറിൽ തന്നതിനെ എങ്ങനെയാണ് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഡിഗ്രി മെഷറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റേഡിയൻ മെഷർ കിട്ടും. ഇനി റേഡിയൻ മെഷറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡിഗ്രി മെഷറിലേക്ക് എങ്ങനെയാക്കുക? 180/π ചെയ്താൽ മതി. ഓക്കെ. ഇനി 1 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റാണ്. നമുക്ക് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. മിനിറ്റ്സിനെ നമ്മളിങ്ങനെ ഒരു ഡാഷ് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 സെക്കൻഡാണ്. നമുക്കറിയാം മിനിറ്റിനെ നമ്മൾ ഒരു ഡാഷ് കൊണ്ടും സെക്കൻഡിനെ 2 എണ്ണം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. π/12 റേഡിയൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയനിൽ തന്നിരിക്കുന്ന ഒരു മെഷറിനെ ഡിഗ്രിയിലേക്ക് ആക്കുക എങ്ങനെയാണ്? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പൈ കട്ട് ചെയ്ത് പോവും. 180നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? π/12 റേഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ഡിഗ്രിയാണ്. ഓക്കെ. അടുത്തത് 47 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര റേഡിയൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എത്ര ഡിഗ്രി ആയിരിക്കും? 1/60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇവിടെ 30 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 30 മിനിറ്റിനെ നമുക്ക് ഡിഗ്രിയിലേക്ക് ആകുമ്പോൾ എന്ത് വരും? ഇതിന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 30/60 ഡിഗ്രി. ഓക്കെ. 30/60 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/2. അപ്പോൾ നമുക്ക് 47ൻ്റെ ഒപ്പം 1/2 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 95/2 എന്ന് കിട്ടും. ഓക്കെ. ഇപ്പോൾ 95/2 എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രിയിൽ കിട്ടി. ഇനി ഇതിനെ റേഡിയനിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19π/72 റേഡിയൻ ആൻസർ കിട്ടും. ഓക്കെ. അടുത്തതാണ് ക്വാഡ്രൻസ്. നമുക്ക് നോക്കാം. അത് പഠിക്കാനുള്ളൊരു എളുപ്പവഴി എന്തിട്ടാന്ന് വെച്ചാൽ ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്. ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ സ്കൂളിന് ശേഷം അങ്ങോട്ട് നമ്മൾ പോയി ട്യൂഷൻ ക്ലാസ്സൊക്കെ അത് നോക്കി വെച്ചാൽ മതിട്ടാ. ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്. ഓക്കെ. ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ലെറ്റർ എ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എ എന്ന് പറഞ്ഞാൽ ഓൾ ആർ പോസിറ്റീവ്. എല്ലാ ഫങ്ഷൻസും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ് എന്ന് പറഞ്ഞാൽ സൈനും പിന്നെ ഏതാ വരിക? കൊസീക്കും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ഏതാ? ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ സി എന്ന് പറഞ്ഞാൽ കോസും സീക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലം നോക്കാം. തീറ്റ 3-ാം പാദത്തിലാണ്. ടാൻ തീറ്റ 5/12 എങ്കിൽ തീറ്റയുടെ മറ്റ് ത്രികോണമിതി ഫലനങ്ങൾ നിർണ്ണയിക്കുക. അതായത് 3-ാം പാദത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് 5/12 ആണ്. എങ്കിൽ ബാക്കി സൈനും കോസും സീക്കും കൊസിക്കും കോട്ടൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ പ്രകാരം എന്തായിരിക്കും? എതിർവശം ബൈ സമീപവശം അല്ലേ? അപ്പം ഞാൻ തീറ്റ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ആംഗിൾ എടുത്തു. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. തീറ്റ ഇതാണെങ്കിൽ അതിൻ്റെ എതിർവശം ഏതായിരിക്കും? ഇത്. അപ്പോൾ ഇതെന്ത് വരും? 5. സമീപവശം എന്തായിരിക്കും? ഇത്. അപ്പോൾ അതെന്ത് വരും? 12. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കർണം കിട്ടും. കർണം എന്തായിരിക്കും? 5² + 12² റൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 ആൻസർ കിട്ടും. സൈൻ എന്തായിരിക്കും? സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർവശം ബൈ കർണം. എതിർവശം എന്താ? 5. കർണം 13. പക്ഷേ തേർഡ് ക്വാഡ്രൻറ്റിൽ ആര് മാത്രമാണ് പോസിറ്റീവ്? ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്, അതായത് ടി മാത്രമാണ് പോസിറ്റീവ്. ടി എന്ന് പറഞ്ഞാൽ ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ നമുക്കിവിടെ സൈൻ എക്സ് എന്ത് വരും? തേർഡ് ക്വാഡ്രൻറ്റിൽ അത് നെഗറ്റീവാണ്. അപ്പോൾ 5/13 എന്നല്ല എഴുതുക നമ്മൾ, -5/13. ഓക്കെ. കോസും എന്തായിരിക്കും? അവിടെ നെഗറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമീപവശം ബൈ കർണം. അപ്പോൾ 12/13. പക്ഷേ അവിടെ തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് വരും? -12/13. ടാൻ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 3 അറിയാമെങ്കിൽ കൊസിക്കും സീക്കും കൂട്ടും കണ്ടുപിടിച്ചൂടെ? എന്താ? തിരിച്ചിട്ടാൽ മതി. കൊസിക് തീറ്റ എന്ത് വരും? -13/5. സീക്ക് തീറ്റ എന്ത് വരും? -13/12. കോട്ട് തീറ്റ 12/5. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ. സീക്ക് തീറ്റ = 13/5. തീറ്റ 1-ാം പാദത്തിലെങ്കിൽ 2 sin θ + 3 cos θ / 4 sin θ - 9 cos θ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
ആദ്യം നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ഇത് തീറ്റയായിട്ട് കൺസിഡർ ചെയ്യാം. സീക്ക് തീറ്റയുടെ ഇക്വേഷൻ എന്തായിരുന്നു? സീക്ക് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണം ബൈ സമീപവശം. കർണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാ വരെ ഇത്. അപ്പം നമുക്ക് അവിടെ 13 ഇട്ട് കൊടുത്തു. സമീപവശം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 5 ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ഈ ഒരു ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കർണവും പാദവും അറിയാം. ലംബം എങ്ങനെ കണ്ടുപിടിക്കും? √13² - 5². അപ്പോൾ എന്ത് വരും? 12. അപ്പോൾ ലംബം എന്ത് വന്നു? നമുക്ക് 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് ഈ ഇക്വേഷനിൽ ഏത് ആവശ്യമുള്ളൂ? കോസും സൈനും മാത്രം ആവശ്യമുള്ളൂ. സീക്ക് തീറ്റ 13/5 ആണെങ്കിൽ കോസ് തീറ്റ തിരിച്ചിട്ടതായിരിക്കും. എന്തായിരിക്കും? 5/13 ആയിരിക്കും. ഓക്കെ, സൈൻ തീറ്റ എന്താ വരിക? സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർവശം ബൈ കർണം. എതിർവശം എത്ര കിട്ടിയാൽ നമുക്ക്? 12. അപ്പോൾ 12/13. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ കിട്ടി. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 2 sin θ plus 3 cos θ by 4 sin θ minus 9 cos θ is equal to 2 into sin θയ്ക്ക് പകരം 12/13 plus 3 into cos θയ്ക്ക് പകരം 5/13 by 4 into sin θയ്ക്ക് പകരം വീണ്ടും 12/13 minus 9 into cos θയ്ക്ക് പകരം നമ്മൾ 5/13 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എല്ലാത്തിലും കോമൺ ആയിട്ട് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് വെട്ടിക്കളയാം. ബാക്കി ഇവിടെ എന്താ വരിക? 2 into 12 2 into 12 24 plus 3 into 5 15 divided by 4 into 12 48 minus 9 into 5 45. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 39/3 എന്ന് കിട്ടും. അതായത് 13 ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയും പ്രോബ്ലംസ് ചോദിക്കാം. അടുത്തത് നമുക്കൊരു ടേബിൾ പഠിക്കാം. ടേബിൾ കാണുമ്പോൾ ഭീകരാവസ്ഥയൊന്നും തോന്നണ്ട. ഇതിലാകെ നമ്മൾ സൈനും കോസും മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് കാണാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഒക്കെ കാണാണ്ട് പഠിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഞാൻ കാണാണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് പറഞ്ഞതാണ്. നമുക്ക് നോക്കാം. സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ തീറ്റയാണ്. കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കിയേ. എങ്കിൽ ടാൻ മൈനസ് തീറ്റ എന്തായിരിക്കും? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തതല്ലേ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ് എന്ന് പറയുന്നത്. അവിടെ തീറ്റയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് എന്താ വരിക? മൈനസ് ടാൻ തീറ്റ. ഓക്കെ, കൊസിക് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/സൈൻ മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ? 1/സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1/മൈനസ് സൈൻ തീറ്റ, അതായത് മൈനസ് കൊസിക് തീറ്റ എന്ന് കിട്ടും. ഇനി സീക്ക് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/കോസ് മൈനസ് തീറ്റ കണ്ടാൽ മതി. 1/കോസ് മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 1/കോസ് തീറ്റ. അപ്പോൾ എന്ത് കിട്ടും? സീക്ക് തീറ്റ. ഇനി കോട്ട് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരും? 1/ടാൻ മൈനസ് തീറ്റ നോക്കിയാൽ മതി. 1/ടാൻ മൈനസ് തീറ്റ എന്ത് വരാം? മൈനസ് ടാൻ തീറ്റ. അപ്പോൾ എന്ത് വരും? മൈനസ് കോട്ട് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. കാണാണ്ട് പഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്കൊരു ആംഗിൾ 120 സൈൻ 120 കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ്. നമുക്കറിയാവുന്ന ഒരു ആംഗിളല്ല. നമുക്ക് ഏതൊക്കെ അറിയാം? 30 60 90 180 ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ 45 അറിയാം. സൈൻ 120 ഒന്നും നമുക്ക് ഡയറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സൈൻ 120യുടെ വാല്യൂ തന്നെയായിരിക്കും കോസ് 30ൻ്റെ വാല്യൂ. അതെങ്ങനെയാണ്? സൈൻ 120 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സൈൻ 90 + 30 എന്ന് എഴുതാം. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ സൈൻ 90 + 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോസ് 30യുടെ വാല്യൂ എന്ന് പറയുന്നത് തന്നെയായിരിക്കും സൈൻ 120യുടെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് തരുന്ന ആംഗിൾ 19 + ആണോ മൈനസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ 180 + ആണോ മൈനസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ഇതൊക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈൻ 90 ± തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് തീറ്റ. അതുപോലെ കോസ് 90 ± തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് പ്ലസ് സൈൻ തീറ്റ. അതായത് പ്ലസ് ആണ് നോക്കുന്നതെങ്കിൽ മൈനസ് ആണ് വരിക, മൈനസ് ആണ് നോക്കുന്നതെങ്കിൽ പ്ലസ് ആണ് ആൻസർ വരിക. ഓക്കെ, അതാണിത് തലതിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി നോക്കിയേ, ഇത് രണ്ടും അറിയാമെങ്കിൽ ടാൻ കണ്ടുപിടിച്ചുകൂടെ? ടാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ബൈ കോസ്, അതായത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഈ ചിഹ്നം അതുപോലെ തന്നെ വരും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താ വരിക? കോട്ട് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. സൈൻ 225 എന്തായിരിക്കും? അറിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നോക്കുക 225നെ മാറ്റി എഴുതാനാണ് നോക്കാം. നമുക്ക് 225നെ 180 + 45 ഇങ്ങനെ പ്ലസും മൈനസും ചെയ്യുമ്പോഴേ നമുക്ക് ഈ തീറ്റയായിട്ട് വരുന്ന ആംഗിൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ 225നെ 180 + 45 എഴുതാം.
നമുക്കറിയാം സൈൻ 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ തീറ്റയ്ക്ക് പകരം 45 അപ്പോൾ ഇതൊരു മൈനസ് സൈൻ 45. മൈനസ് സൈൻ 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ 45 എന്താ? 1/√2 ആണ്. അപ്പോൾ ആൻസർ മൈനസ് 1/√2. ഓക്കെ. അടുത്തത് ഇത് നമുക്ക് ഡിഗ്രിയിലാണ് മെഷർ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് റേഡിയനിലാണ് മെഷർ തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയനിൽ മെഷർ തന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. കോസ് 7π/6 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 7π/6നെ പൈ പ്ലസ് π/6 എന്ന് എഴുതാൻ പറ്റില്ലേ? പൈ പ്ലസ് π/6 എന്താ? 6 × π, 6π + π എന്ന് പറയുമ്പോൾ 7π. 7π/6 തന്നെയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ആണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ 180 + തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 180 + തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 180 + തീറ്റ എന്തായിരിക്കും? മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? മൈനസ് കോസ് π/6. കോസ് π/6ൻ്റെ ആൻസർ എന്താ വരുന്നത്? √3/2. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് √3/2. ഇതൊരു ട്രിഗണോമെട്രി റേഷ്യോ ടേബിളാണ്. നമ്മളോടിപ്പോൾ സൈൻ 30, 45, 60 ഒക്കെ എപ്പോഴും ചിത്രം വെച്ച് പഠിക്കൽ എളുപ്പമല്ല. അപ്പോൾ നമുക്കതൊരു ടേബിളാക്കി വെച്ചിട്ട് പഠിക്കാം. ട്രിഗണോമെട്രി റേഷ്യോ ടേബിളാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിഗ്രിയിൽ തന്നിട്ടുണ്ട്, റേഡിയനിലും തന്നിട്ടുണ്ട് ആംഗിൾസ്. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നതും സൈൻ π/6 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് ഡിഗ്രിയിലും ഇത് റേഡിയനിലാണ് തന്നിരിക്കുന്നത്. സൈൻ 30യുടെ വാല്യൂ എന്താ? 1/2. സൈൻ 45 1/√2. സൈൻ 60 √3/2. സൈൻ 90 1 ആണ്. സൈൻ 180 0 ആണ്. സൈൻ 270 -1 ആണ്. സൈൻ 360 0 ആണ്. ഓക്കെ, ഈ ടേബിൾ നോക്കിയിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക. ഇങ്ങനെ പഠിക്കായിരിക്കും എളുപ്പം. പിന്നെ ഇവിടെയൊക്കെ ND എന്ന് എഴുതിക്കുന്നത് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ കാണാം, ഒന്നില്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്നായിരിക്കും എഴുതിണ്ടാവുക, ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നായിരിക്കും എഴുതിണ്ടാവുക കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സൈനും കോസും അറിയാമെങ്കിൽ കാണാണ്ട് പഠിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് കിട്ടും, കുഴപ്പമില്ല. നോക്കിയൊക്കെ സൈൻ, ഇവിടെ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ x/cos x ആണ് അല്ലേ? അതായത് സൈൻ 0/cos 0. 0/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ് അല്ലേ? ഇനി കോട്ട എന്തായിരിക്കും? cos/sin ആണ്. അതായത് 1/0. 1/0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്നാണ് ശരിക്കും. ചില ഇതിലൊക്കെ ഇൻഫിനിറ്റി ഒന്നും കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 6/0 അങ്ങനെ കണ്ടാൽ മതി. 1/cos 0 അതായത് 1/1. 1/1 എന്ന് പറഞ്ഞാൽ 1. കോസിക്ക് എന്ത് വരും? 1/sin 0. 1/sin 0 എന്ന് പറഞ്ഞാൽ 1/0 വരും. 1/0 നമ്മൾ എന്താ പറയുക? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അങ്ങനെ എല്ലാ ആംഗിൾസിൻ്റെയും പഠിച്ചു വയ്ക്കുക. ഈ രണ്ടെണ്ണം പഠിച്ചാൽ നമുക്ക് ബാക്കിയുള്ളത് കിട്ടും കേട്ടോ. സൈനും കോസും എല്ലായ്പ്പോഴും പഠിച്ചു വയ്ക്കുക. അടുത്തത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഇക്വേഷൻസ് നോക്കാം. സൈൻ A ± B, അതായത് സൈൻ A + B ആണെങ്കിലും A - B ആണെങ്കിലും ഒറ്റയടിക്ക് ഇക്വേഷൻ എഴുതിയതാണ് കേട്ടത്. സൈൻ ± B = സൈൻ A cos B ± cos A sin B. ഇതിൻ്റെ അർത്ഥം എന്താ? സൈൻ A + B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ A cos B + cos A sin B എന്നാണ്. മൈനസ് എന്ന് പറഞ്ഞാലോ സൈൻ A cos B - cos A sin B. അതുപോലെ cos A ± B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos A cos B - sin A sin B. അതായത് പ്ലസ് വരുമ്പോൾ കോസിൻ്റെ കാര്യത്തിൽ പ്ലസ് വരുമ്പോൾ മൈനസും മൈനസ് വരുമ്പോൾ പ്ലസ്സും ആണ് വരിക. ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ A ± B എന്തായിരിക്കും? ടാൻ A ± ടാൻ B /1 - ടാൻ A ടാൻ B. ഇതിൻ്റെ അർത്ഥം എന്താ? ടാൻ A + B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ A + ടാൻ B /1 - ടാൻ A ടാൻ B ആണ്. ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. അതുപോലെ കോട്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ കാണാതെ. അടുത്ത ഇക്വേഷൻസ് നോക്കാം. സൈൻ A + B × സൈൻ A - B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ A - സൈൻ സ്ക്വയർ B ആണ്. കോസ് A + B × കോസ് A - B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ A - സൈൻ സ്ക്വയർ B ആണ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ഇക്വേഷൻസും കൂടി നോക്കാം. 2 sin A cos B = sin A + B + sin A - B. 2 cos A sin B = sin A + B - sin A - B. 2 cos A cos B = cos A + B + cos A - B. 2 sin A sin B = cos A - B - cos A + B. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. അടുത്ത ഇക്വേഷൻ
sin a plus sin b is equal to 2 sin a plus b by 2 cos a minus b by 2. Sin a minus sin b is equal to 2 cos a plus b by 2 sin a minus b by 2. Cos a plus cos b is equal to 2 cos a plus b by 2 cos a minus b by 2. Cos a minus cos b is equal to minus 2 sin a plus b by 2 sin a minus b by 2. അപ്പോൾ ഇത്രയും പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇനി നോക്കാം. സൈൻ 50യുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സൈൻ 15 അറിയില്ല, പക്ഷേ സൈൻ 15ന് നമുക്ക് സൈൻ 45 മൈനസ് 30 നേടാം. ഇതിൽ കൂടെ സൈൻ 45 മൈനസ് 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈൻ എ മൈനസ് ബി. സൈൻ എ മൈനസ് ബി എന്തായിരിക്കുന്നു? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അല്ലേ. ഇവിടെ ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് √3 മൈനസ് 1/2 √2 എന്ന് കിട്ടും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ആൻസർ അല്ല, ഡിയിൽ റൂട്ടുള്ള ആൻസർ അല്ലെങ്കിൽ റൂട്ട് കളയാൻ എന്താ ചെയ്യുക? ഇവിടെ √2 അല്ലുള്ള മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. സൈൻ 5π/12. ഓക്കെ, സൈൻ 5π/12 എന്നാണ് നമുക്ക് റേഡിയലിലാണ് മെഷർ തന്നിരിക്കുന്നത്, ആംഗിൾ തന്നിരിക്കുന്നത്. ഇനി ഒന്നില്ലെങ്കിൽ അതിനിങ്ങനെ മാറ്റി എഴുതിട്ട് ചെയ്യാം. ഇതായിരിക്കും ഒന്നും കൂടി സിമ്പിൾ. സൈൻ 5π/12 പൈക്ക് പകരം 180 ഇട്ട് കൊടുത്തു. പൈ എന്ന് പറഞ്ഞാൽ 180 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? സൈൻ 75 എന്ന് കിട്ടി. ഓക്കെ, അതായത് സൈൻ 5π/12 നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഈ പൈക്ക് 180 വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഡിഗ്രിയിൽ കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? സൈൻ 75 നമുക്കറിയില്ല, പക്ഷേ 75 എന്ന് പറഞ്ഞാൽ 45 + 30 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? സൈൻ a + b. ഇക്വേഷൻ അപ്ലൈ ചെയ്തു, വാല്യൂസ് ഇട്ട് കൊടുത്തു. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് √3 + 1/2 √2. ഇനി ഓപ്ഷനിൽ ഇങ്ങനെയല്ല കിടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്? √2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ വരിക? മുകളിലും താഴെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √2 × √3 √6 + 1 × √2 √2/2 √2 × √2 എന്തായിരിക്കും? √2 × √2 2 ആണ്. ആ 2ഉം ഈ 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. അപ്പോൾ എന്താ ആൻസർ കിട്ടി? √6 + √2/4 എന്ന ആൻസർ കിട്ടി. അടുത്തത് സൈൻ 5a + സൈൻ 3a cos 3a മൈനസ് കോസ് 5a. ഇവിടെ എ എന്ന് പറയുന്നത് 5a ആണ്, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3a ആണ്. ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കോമൺ ആയിട്ട് കിട്ടിയല്ലേ. 2 sin a + b/2 എന്ന് പറഞ്ഞാൽ 2 sin 5a + 3a/2 cos a minus b/2 എന്ന് പറഞ്ഞാൽ 5a minus 3a/2. അതുപോലെ തന്നെ cos a minus cos b ഇക്വേഷൻ എന്താ? 2 sin a + b/2 sin a minus b/2 അല്ലേ. ഇത് രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. 2 × 2 മൾട്ടിപ്ലൈ, ബാക്കി എന്തുള്ള? കോസ് ഇത് 5a minus 3a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2a/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a. അതുപോലെ തന്നെ ഇവിടെയും എന്ത് കിട്ടും? a എന്ന് കിട്ടും. അതായത് cos a/sin a എന്ന് കിട്ടും. cos a/sin a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? cot a. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇവിടെ ശരിക്കും കോസിൻ്റെ cos a മൈനസ് കോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2 sin a + b/2 ആണ്. അതുപോലെ തന്നെ sin a minus b/2 ആണ്. ആ മൈനസ് എവിടെ പോയിരുന്നു? ഇവിടെ ഇതിൽ തന്നിരിക്കുന്നത് കോസ് ബി മൈനസ് കോസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ആ മൈനസ് ഇവിടെ വെട്ടിപ്പോകുന്നതാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ cos a/sin a വന്നത്. ഉത്തരം കോട്ടെ. അടുത്ത ചോദ്യം, cos 20 × cos 40 × cos 60 × cos 80 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനെ രണ്ടിനും ഒരുമിച്ചെടുക്കുക. അതായത് cos 20 × cos 40 ആദ്യം കൺസിഡർ ചെയ്യാം. നമുക്കറിയാം 2 cos a cos b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos a + b + cos a minus b ആണ്. അപ്പോൾ ഇതിൽ ആ 2 ഇല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? cos a cos b എന്ന് പറയുന്നത് ആ 2നെ ഇപ്പുറത്തേക്ക് ആൻസറിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 1/2 cos a + b + cos a minus b എന്ന് വരും. ഇവിടെ a എന്ന് പറയുന്നത് 20ഉം b എന്ന് പറയുന്നത് 40 ആണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 1/2 × cos a + b. എന്ത് വരിക? cos 20 + 40 + cos a minus b cos 20 - 40. ഇനി cos 60യുടെ വാല്യൂ നമുക്കറിയാം എന്താ? 1/2. അപ്പോൾ × 1/2 × cos 80 എന്ന് എഴുതി. ഓക്കെ, 20 + 40 60 കിട്ടും. 20 - 40 -20 കിട്ടും. നമുക്കറിയാം cos - x cos x ആണ്. അതായത് cos - 20ഉം cos 20ഉം ഈക്വൽ ആണ്. അപ്പം അതിനിങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയേ? 1/2 × cos 60 + cos 20 അല്ലേ. അതിൽ cos 60യുടെ വാല്യൂ നമുക്കറിയാം എന്താ? 1/2 ആണ്. പ്ലസ് cos 20 അറിയില്ല, അത് അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ പുറത്ത് എന്താ കിട്ടുക? 1/2 × cos 80.
ഇനി ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഇത് 1/2 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 1/4 ആവും. ഇതിന് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്ത് വരും? 1/8 ഇൻറ്റു കോസ് 80 പ്ലസ് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് എടുത്താൽ എന്ത് വരും? 1/2 ഇൻറ്റു 1/2 1/4 1/4 ഇൻറ്റു കോസ് 20 ഇൻറ്റു കോസ് 80. ഇനി നമ്മൾ ഇതിൽ വീണ്ടും ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് വീണ്ടും ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 1/4 അവിടെ ഉണ്ട്. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇൻറ്റു കോസ് 20 പ്ലസ് 80 പ്ലസ് കോസ് 20 മൈനസ് 80. ഓക്കെ, 20 മൈനസ് 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -60 ആണ് കിട്ടുക. -60 എന്ന് പറഞ്ഞാൽ കോസ് -60 എന്ന് പറഞ്ഞാൽ കോസ് 60യോട് ഈക്വലാണ്. ഇത് 100 കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? പുറമേ കിടക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടാ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കോസ് 60ക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് 1/2. ഇനി കോസ് 100നെ നമ്മൾ കോസ് 180 മൈനസ് 80 എന്ന് കൊടുക്കും. കോസ് 180 മൈനസ് 80 എന്തായിരിക്കും? നേരത്തെ പഠിച്ചു. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൈനസ് കോസ് 80 ആവും. ഇവിടെ 1/8 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. ബാക്കി എന്താ കിട്ടുക? 1/16 ആണ് കിട്ടുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1/16. ഇനി ഇതിൻ്റെ കോസിൻ്റെ സ്ഥാനത്ത് സൈൻ ആണെങ്കിൽ എന്താ വാല്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്? 3/16. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ ഒരു സംശയം കഴിഞ്ഞ കമൻറ്റിൽ ചോദിച്ചിരുന്നു എന്നുള്ളത്. ആ പ്രോബ്ലം നോക്കാം. ഇതായിരുന്നു കമൻറ്റിലൂടെ സംശയം ചോദിച്ച ചോദ്യം കേട്ടോ. എന്താണെന്ന് 0 1 2 3 4 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങളുടെ ആവർത്തനം അനുവദിച്ചാൽ 400-നും 4000-നും ഇടയിൽ എത്ര അക്കങ്ങൾ എഴുതാനാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 400-നും 4000-നും ഇടയിൽ നമുക്ക് 3 അക്ക സംഖ്യകളും 4 അക്ക സംഖ്യകളും വരും ഇല്ലേ? 3 അക്ക സംഖ്യകളിൽ 400-ന് മേലെയുള്ള 3 അക്ക സംഖ്യകൾ 400-ഉം 500-ഉം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? നമുക്ക് 0 മുതൽ 5 വരെയുള്ള സംഖ്യകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. 3 കള്ളി വരച്ചു. ആദ്യത്തെ സ്ഥാനത്തിലേക്ക് ഒന്നില്ലെങ്കിൽ 4 5 ആണ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലുമാണ് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 കിട്ടും. ഇനി ആവർത്തനം അനുവദിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര അക്കങ്ങളുണ്ട്? ഇതിൽ 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഇവിടെ വരാം. ഇവിടെയും 6 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഇവിടെ വരാം. അപ്പോൾ 3 അക്ക സംഖ്യകളുടെ എന്ത് വരും? എണ്ണം എന്ത് വരും? 2 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ത് വരും? 72. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്ന 3 അക്ക സംഖ്യയിൽ നമ്മൾ ആദ്യം 4 എടുത്തു. ഇവിടെയും 0 വരികയാണെങ്കിൽ 400-ന് കിട്ടും. പക്ഷേ നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 400-നും 4000-നും ഇടയിലുള്ള സംഖ്യ. അപ്പോൾ 400 ഇതിൽ ഉൾപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഉത്തരം ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 കുറയ്ക്കേണ്ടി വരും കേട്ടോ. ഇനി 4 അക്ക സംഖ്യകൾ നോക്കാം. 4 അക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒന്നില്ലെങ്കിൽ 1 2 3 വരണം. ശരിയല്ലേ? 1000 2000 3000 4000 വരുമോ? ഇല്ല. 4000-ന് 400-ഉം ഇടയിലുള്ള സംഖ്യയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 4000 ഉൾപ്പെടില്ല. അപ്പോൾ ഇതിവിടെ 1 2 3 ഏതെങ്കിലും ഇവിടെ ഓപ്ഷനെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 3. അടുത്തത് 6 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിലും എടുക്കാം. പിന്നത്തെയും 6 എണ്ണത്തിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നത്തെയും 6 എണ്ണത്തിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 4 അക്ക സംഖ്യകൾ എന്ത് വരും? 3 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ത് വരും? 648. ഇവിടെ എന്താ? 4000 എന്ന സംഖ്യ ഉൾപ്പെടില്ല കേട്ടാ. അങ്ങനെയാണെങ്കിൽ ആകെ 72 പ്ലസ് 648. ഇപ്പം നമ്മൾ പറഞ്ഞു 400 3 അക്ക സംഖ്യയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഉത്തരത്തിൽ 400 എന്നുള്ള സംഖ്യ ഉൾപ്പെടെയാണ് 72 സംഖ്യകൾ കിട്ടുക. അപ്പോൾ 400 കുറയ്ക്കണം. അപ്പോൾ എന്ത് വരും? ആ ഒരു സംഖ്യ കുറയ്ക്കണതിന് -1 കിട്ടും. അപ്പോൾ എന്ത് വന്നു? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 720 കിട്ടുക. അപ്പോൾ 720 - 1 ഉത്തരം 719 കേട്ടാ. അപ്പം ഇങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.